പ്രതിരോധ വീഴ്ചയുണ്ടായത് ഇന്ത്യക്കല്ല, ഇറാൻ കപ്പൽ മുങ്ങിയത് ശ്രീലങ്കൻ തീരത്ത്. ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാവില്ല. വിശാഖപട്ടണത്ത് നടന്ന മിലൻ നാവികാഭ്യാസനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ഇറാന്റെ IRIS ഡേന യുദ്ധക്കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ വലിയ ഗൗരവം കാണിക്കില്ലെന്ന് സൂചന. അപകടം നടന്നത് ഇന്ത്യൻ സമുദ്രപരിധിയിലല്ല എന്നതും ഇന്ത്യയുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില്ല എന്നതുമാണ് ഇതിന് കാരണം. ശ്രീലങ്കയുടെ തെക്കൻ തീരമായ ഗാലയ്ക്ക് സമീപം ലങ്കൻ സമുദ്രപരിധിക്ക് പുറത്താണ് കപ്പൽ തകർന്നത്. ഈ പ്രദേശം ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് അകലെയായതിനാൽ നിലവിൽ ഇന്ത്യക്ക് പ്രത്യേക സുരക്ഷാ വെല്ലുവിളികളില്ല. എങ്കിലും മേഖലയിലെ പ്രധാന നാവികശക്തി എന്ന നിലയിൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യ ശേഖരിക്കുന്നുണ്ട്. അന്തർവാഹിനി ആക്രമണമാണ് കപ്പൽ മുങ്ങാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ ലങ്കൻ നാവികസേന പരിശോധിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് ഇന്ത്യ തുനിയില്ല. മിലൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത കപ്പലായതിനാൽ നയതന്ത്രപരമായ താൽപര്യം മാത്രമാണ് ഇന്ത്യക്കുള്ളത്. അപകടമുണ്ടായ ഉടൻ ശ്രീലങ്കൻ നാവികസേനയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. 79 പേരെ ലങ്കൻ സൈന്യം രക്ഷപ്പെടുത്തുകയും പരിക്കേറ്റവരെ ഗാലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ആവശ്യപ്പെട്ടാൽ മാത്രം സാങ്കേതിക സഹായം നൽകാനാണ് ഇന്ത്യയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ സംഘർഷം പടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഡ്രോണുകളെ ഫ്രാൻസ് വെടിവെച്ചിടത്തും US ഉദ്യോഗസ്ഥരോട് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങാൻ ആവശ്യപ്പെട്ടതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ്. എന്നാൽ ഇന്ത്യൻ തീരത്തിന് സമീപം ഇത്തരം നീക്കങ്ങൾ ഇല്ലാത്തതിനാൽ രാജ്യം അതീവ ജാഗ്രതയുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ്. നിലവിൽ ലങ്കൻ നാവികസേനയുടെ നിയന്ത്രണത്തിനുള്ള പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനവും തുടരന്വേഷണവും അവർ തന്നെയാകും പൂർത്തിയാക്കുക. 101 പേരെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ തുടരുകയാണ്.